ഹായ്, പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഒന്ന് വളരെ ചുരുക്കത്തിൽ പറയാം. ഏതായാലും നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വന്ന പുതിയ ട്രെയിനർ നന്ദുവിന് നല്ല പണി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ക്ഷീണിച്ച് വന്ന നന്ദുവും ഫ്രണ്ടും ആ മധുസൂദനൻ സാറെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. സുഹൃത്ത് പറയുന്നുണ്ട്, അയാൾ നിന്നെ ടാർഗറ്റ് ചെയ്യുന്ന മാതിരിയാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് ആകെ തകർന്നു നിൽക്കുന്ന ആദർശിനെയാണ്. ആദർശാണെങ്കിൽ അനിയോടും നയനയോടും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. ദേവയാനിയും നയനയും ഒക്കെ ആദർശിൻ്റെ മനസ്സിലുള്ള ടെൻഷൻ എന്താണ് എന്നറിയാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദർശ് ഒന്നും തന്നെ വിട്ടു പറയുന്നുമില്ല. മുത്തശ്ശനെ അറിയാമെങ്കിലും മുത്തശ്ശന് ഒന്നും പറയുന്നില്ല. പിന്നെ പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിൽ കാണിക്കുന്നത് അനാമിക ജാനകിയോട് പറയുന്നുണ്ട്, സ്വന്തം ഭാര്യ അടുത്തുള്ളപ്പോൾ ആ ഭാര്യയെ ഒന്ന് ശ്രദ്ധിക്കുവാൻ അമ്മയുടെ മോന് സമയമില്ല. അന്നേരം ആ പിഴച്ചവളെപ്പറ്റി ഓർമ്മിക്കുവാനേ അവന് നേരമുള്ളൂ. അതൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന ജാനകിയെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് നന്ദുവിൻ്റെ കൂട്ടുകാരിയോട് നന്ദു പറയുന്നുണ്ട്, എനിക്ക് അനാമികയെയോ അവളുടെ വീട്ടുകാരെയും ഒന്നും ഒരു പേടിയുമില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരെ കുറിച്ചാണ് എനിക്ക് പേടി. കാരണം അനിയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞാൽ എല്ലാവരും കൂടി അവനെ ഇട്ട് പൊരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ആദർശിനെയും നയനയെയുമാണ്. നയന വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ആദർശേട്ടൻ്റെ പ്രശ്നമെന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മനുഷ്യരല്ലേ, എപ്പോഴെങ്കിലും മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ടു പോയെന്നിരിക്കും. ആ സമയത്ത് കൂടെയുള്ളവർ അവരെ കുറച്ച് തനിച്ച് വിടാൻ അനുവദിക്കണം എന്നൊക്കെ പറയുകയാണ് ആദർശ്. പിന്നെ കാണിക്കുന്നത് ആദർശ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.